ഞങ്ങളിപ്പോൾ ഉള്ളത് തായ്ലൻഡിലാണ്. തായ്ലൻഡിലെ ഫുക്കറ്റിലാണ് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫുക്കറ്റിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഈവനിങ് ആണ്. ഇവിടെ ഒരു മാർക്കറ്റിൽ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മാർക്കറ്റിൽ ഫുഡ് കഴിച്ച് അടിച്ചു പൊളിക്കാനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, ഫുഡ്, അയ്യോ എന്ത് വേണം, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഭയങ്കര വെറൈറ്റിയാണ്. ഞങ്ങൾ കുറച്ചൊക്കെ ഓൾറെഡി കഴിച്ചു. അപ്പം അതെല്ലാം നല്ല ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഡ്രസ്സും ചപ്പൽസും അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ വന്ന ടൈമിൽ അധികം ക്രൗഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ക്രൗഡ് കൂടി വരുന്നുണ്ട്. നൈറ്റ് ആവും തോറും ക്രൗഡ് കൂടുന്നു തോന്നുന്നു. ഞങ്ങൾ ആക്ച്വലി ബീച്ചിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ മാർക്കറ്റിൽ കയറിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും ഇവിടെ നിന്ന് തന്നെ ഫുൾ സ്പെൻഡ് ചെയ്ത് തീർക്കും. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകൾ നടന്നു കാണാം. ഇത് കണ്ടു, ഇതാണ് മാർക്കറ്റിൻ്റെ പേര്, ബൻസാൻ ഫ്രഷ് മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ പുറത്തായിട്ടാണ് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സും അതുപോലെ കുഞ്ഞു തട്ടുകടകൾ പോലെയുള്ള സെറ്റപ്പും ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കൂടാണ്ട് കുറച്ച് സെക്ഷൻസ് ഡ്രസ്സ്, അതേപോലെ തന്നെ ബാഗ്സ്, അങ്ങനത്തെ കുറച്ച് സെക്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു പുള്ളിക്കാരി ഇരുന്നിട്ട് ചിക്കനാണ് മെയിനായിട്ട് ഇവരിലുള്ളത്. ചിക്കൻ്റെ കുറേ സാധനങ്ങൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കോഴിയുടെ നടക്കുന്ന കാലുണ്ടല്ലോ, ഫൂട്ട്, അതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്യാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അവരവിടെ ഫ്രഷായിട്ട് ഫ്രൈ ചെയ്ത് തരും. പിന്നെ ഇത് ഇങ്ങോട്ട് കുറച്ച് നീങ്ങി കഴിഞ്ഞപ്പോൾ ദേ ഇവിടെ ഫ്രഷായിട്ട് ബാർബിക്യൂ നമുക്ക് ചെയ്തു തരും. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. മീറ്റ്സും ഉണ്ടായിരുന്നു, സീ ഫുഡും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വേണ്ടത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ ഗ്രിൽ ചെയ്തു. ഫുഡിന്റെ ഫ്രൂട്ട്സ് സെക്ഷൻ അങ്ങനെ കുറച്ചും കൂടി നീക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം സീ ഫുഡിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. നമുക്ക് വലിയ ലോബ്സ്റ്റർ, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ, ഈ ഷെല്ലൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ശംഖ് ഉണ്ടോ? ഇത് ഒറിജിനൽ മാങ്ങ തന്നെയാണോ ഈ കിടക്കുന്നത്? ഒറിജിനൽ മാങ്ങയല്ലേ ഇത്? എന്താ സംഭവം? എന്തോ അത് ഐസ്ക്രീം എന്തോ തരുന്നുണ്ട് കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഷവർമ ആട്ടോ വാങ്ങാനായിട്ട് പോകുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ ആക്ച്വലി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷവർമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് നല്ലതായിട്ട് തോന്നി. പക്ഷെ ഒരെണ്ണം നമുക്ക് വാങ്ങിച്ചൊന്ന് നോക്കാം ഫ്ലേവർ എങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് എല്ലാം ട്രൈ ചെയ്യണ്ടേ. അപ്പം നമ്മൾ ഓരോന്നായിട്ട് വാങ്ങാം. നമ്മളത് ചക്ക വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചക്കയാണ്. പിന്നെ അതുപോലെ ഇതാ മിക്സഡ് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഷവർമയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ, നല്ല ടേസ്റ്റ്. അടിപൊളി ചക്ക. ഉപ്പും എരിവൊക്കെ ഉള്ളതാണ്. ഇത് കൊള്ളാട്ടോ. മാങ്ങയ്ക്ക് വല്ല മധുരമില്ല. നമ്മളെന്തിന്റെ മുന്നിൽ നിൽക്കണേ? ഇത് കഞ്ചാവ് കടയാണ് അമ്മേ. തായ്ലൻഡ് കഞ്ചാവ് കട. നമുക്ക് കേറി നോക്കിയാലോ? ഇപ്പം നിൽക്കുന്നത് ഒരു കഞ്ചാവ് കടയ്ക്കുള്ളിലാണ്. ഇവിടെ ഇത് ലീഗലാണ്, ഒരു കോമൺലി എല്ലാവരും വാങ്ങിച്ചൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ പെർമിഷനൊക്കെ ചോദിച്ച് കയറിയിട്ടുണ്ട്. ആൽമണ്ട്, ഇവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഇത് കഞ്ചാവാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ബട്ട് പിന്നെ അതാ കഞ്ചാവിൻ്റെ കുറേ ഇത് വലിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇൻഹേൽ ചെയ്യുന്ന എന്തൊക്കെയോ സംതിങ് ആണ്, ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഇതാ ഇവിടെ ഇതിൻ്റെ ചെടികൾ പല രൂപത്തിൽ ഭാവത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇലകളുടെ ഇത് വെച്ചിട്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ തായ് ബാത്തും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇവിടെ നമുക്ക് ഇനി പോകാം. അങ്ങനെ കഞ്ചാവ് കടയിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഫുഡിലേക്ക് തന്നെ പോകാം. ആദ്യമായി കഞ്ചാവ് കണ്ടു, കഞ്ചാവ് കടയിൽ കണ്ട് നേരിട്ട് കഞ്ചാവൊക്കെ കണ്ടു, പല വെറൈറ്റീസ് ഓഫ് ട്രൈ കഞ്ചാവ്. ചെയ്ത് നോക്കിയാലോ അമ്മേ? ട്രൈ ചെയ്ത്. അയ്യോ എന്താ കഞ്ചാവല്ല മൈക്ക. ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്വിഡും അതുപോലെ ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഫ്രൈ ചെയ്യാം. 10 തായ് ബാത്ത് എന്തോ ഉള്ളൂ തോന്നുന്നു ഇതിന്. ഇവിടെ എന്തെങ്കിലും സാമ്പിൾ തരും കേട്ടോ ടേസ്റ്റ് ചെയ്യാനായിട്ട്. കരിക്ക് തണുപ്പിച്ചൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. എനിക്കെന്തിനും തൊണ്ടവേദന ചുമയ്ക്കതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഓക്കെ, നമുക്ക് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. ടോപ്പിംഗ്സ് ഒക്കെ നമുക്ക് ആവശ്യം പോലെ ആഡ് ചെയ്യാം. എടുത്തോ എല്ലാവരും. മിക്സ് വിത്ത് കോക്കനട്ട്. എല്ലാവരും കൂടി കൊള്ളാം. നല്ല ഇവിടെ മുതലിറച്ചിയൊക്കെ ഉണ്ട്. മുതലയുടെ തല അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് മുതലയുടെ മീറ്റ് വരുന്നത്. പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റി തവളയുണ്ട്. അതുപോലെ ചിക്കൻ്റെ പറയണത് എന്താണെന്ന് എനിക്കറിയില്ല, ആ സാധനമൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഇനി ഇത് ഇവിടേക്ക് പോയി നോക്കാം. എനിക്കൊന്ന് മൊമോസ് എന്തോ ആണെന്ന് തോന്നുന്നു. ഹോട്ട് ഡോഗ്, ചീസ്, ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിഗിന്റെ അപ്പുറത്ത് ഈ മസാലാസ് ഒക്കെ തേച്ചിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വെച്ചേക്കാണ്. നമ്മൾ പറയണ അനുസരിച്ച് അവർ കുക്ക് ചെയ്ത് ചൂടോടണം. ഇത് പിഗാണ്, ഫുൾ പിഗിന്റെ ഇതാണ്. കണ്ടോ, അവർ നല്ല ചൂടായിട്ട് ഗ്രില്ല് ചെയ്ത് തരും. സ്മെല്ലൊക്കെ കൊള്ളാം. നമുക്ക് കഴിച്ചു നോക്കാം പയ്യെ, അവസാനം ആവട്ടെ. ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഇവിടെ തന്നെ കട സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിഗൊക്കെ ഇരിക്കുന്നുണ്ടോ? പിഗ് നമ്മള് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ പിഗൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഫുഡ് എന്ന് വെച്ചാൽ ഇവിടെ വൻ ഫുഡിന്റെ കൊള്ളയാണ്. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ ഇപ്പൊ വിശപ്പടക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മള് ബീച്ചിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് വിശപ്പാവുമ്പോൾ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ പത്തോങ് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോട്ടിലൊക്കെ അധികം തിരക്കായി വരുന്നുണ്ടായിരുന്നുള്ളൂ, കാരണം ഒരു നൈറ്റ് ലൈഫ് മൂഡിലേക്ക് ആവുന്നുണ്ടായിരുന്നുള്ളൂ. പോണ വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഇതെല്ലാനും. ഈ മസാജ് പാർലേഴ്സാണ് മെയിൻ ഒരു സംഭവം എന്ന് പറയുക. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ലേഡീസൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ വഴി കൂടെയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ അവർ വിളിക്കുന്നുണ്ട് മസാജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുക്കറ്റിലെ പത്തോങ് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ആയാലും തിരക്ക് അങ്ങോട്ട് ആയി വരുന്നുള്ളൂ, കാരണം ഞങ്ങൾ എത്തിയത് ഒരു 7 മണി ഒക്കെ ആയ ഒരു ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചെന്നപ്പോൾ തന്നെ ഇതായിരുന്നു സംഭവം അവിടെ ഉണ്ടായിരുന്നത്. സൂംബ ഡാൻസ് കളിക്കുന്ന കുറേ ആൾക്കാരായിരുന്നു. ഇതാണ് പത്തോങ് ബീച്ച്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ബീച്ചിൻ്റെ ഭംഗി അങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല, നൈറ്റ് ആയതുകൊണ്ട്. ചിന്ത സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഡ്രസ്സ് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാനും ബീച്ച് വിയേഴ്സാണ്. മിക്ക ഡ്രസ്സസും ബീച്ചിൽ തന്നെ നമുക്ക് അടിച്ചു പൊളിച്ചിടാൻ പറ്റിയ ടൈപ്പായിരുന്നു. അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 2000-3000 ഒക്കെ വരുന്ന ഒരു ബഡ്ജറ്റിലുള്ള ഡ്രസ്സസൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഡ്രസ്സസ് കൊണ്ടുവരാൻ പറ്റില്ല, പർച്ചേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറേ ഡ്രസ്സസ്, ബീച്ച് വിയേഴ്സ്, അതുപോലെ തന്നെ ഓരോ സ്പോട്ടിന് പറ്റിയ ഡ്രസ്സസൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ തായ് ഫുഡ് മാത്രം നമുക്ക് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടപ്പെട്ട സൗത്ത് ഇന്ത്യൻ ഫുഡ്സും ഇവിടെ കിട്ടും കേട്ടോ. ഈ സ്ട്രീറ്റിലൊക്കെ ഇഷ്ടംമാതിരി സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഫുഡ്സിൻ്റെ ഷോപ്സൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ എപ്പോഴും നമ്മുടെ ഫുഡ് തന്നെ കഴിച്ചാൽ എങ്ങനെയെന്നുള്ള രീതിയിൽ ഇന്ന് ഫുൾ തായ് ഫുഡ് തന്നെ ട്രൈ ചെയ്യാമെന്നുള്ള മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതേ മാർക്കറ്റൊക്കെ ഓണായി വരുന്നുണ്ട്. ബീച്ചിൻ്റെ അവിടെയൊക്കെ
ഫുൾ ഓൺ ആവുന്നുണ്ട്. ഓരോരോ പബ്ബുകളും ക്ലബ്ബുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ കുറേ നൈറ്റ് ലൈഫ് എങ്ങനെയാണോ ഒരു തായ്ലൻഡ് നമ്മൾ വിചാരിച്ചത്, ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അങ്ങനെ പതുക്കെ നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. ഇതാണ് മാർക്കറ്റ്. ഈ ബീച്ചിൻ്റെ പോണ വഴിക്ക് തന്നെ ഉള്ള ഒരു മാർക്കറ്റാണിത്. ഇത് ഫുൾ സീ ഫുഡായിരുന്നു കേട്ടോ. അവിടെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസാണ്. ലോബ്സ്റ്റേഴ്സ്, അതേപോലെ തന്നെ വലിയ വലിയ ക്രാബ്, പിന്നെ പലതരത്തിലുള്ള ഷെല്ല്, ഇന്ന് വേണ്ട കുറേ സാധനങ്ങൾ ഇവിടെ ഫ്രഷായിട്ട് അവർ വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ തന്നെ ചൂസ് ചെയ്ത് ഓരോന്ന് കൊടുക്കാം. നമുക്കത് അവർ എങ്ങനെയാണോ ചെയ്തു തരേണ്ടത് ആ രീതിയിൽ അവർ നമുക്ക് കുക്ക് ചെയ്ത് തരും. അപ്പോൾ ഓരോരോ ഷോപ്പിൻ്റെ മുന്നിൽ ചെല്ലുമ്പോഴും എല്ലാവരും നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇത്ര തായ് ബാത്തേ ഉള്ളൂ, ഇവിടുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുത്തൂട്ട പിടിച്ച് വെറുതെ ആവശ്യമില്ലാത്ത പഠിക്കട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞങ്ങളൊരു ജ്യൂസ് പറഞ്ഞായിരുന്നു. ഇത് മാംഗോ ജ്യൂസാണ്. ഇത് വന്നിട്ട് കോക്കനട്ട് ജ്യൂസ്. ഇനി ഒരെണ്ണം കൂടി വരാനുണ്ട്, മിക്സ് ജ്യൂസ്. ഞാൻ മാംഗോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. അതിലധികം ഇട്ടിട്ടില്ല ഇതിനകത്ത്. മാങ്ങയുടെ നല്ലതാണ്. ഇത് പോർക്കാണ്. ആദ്യം നമുക്ക് ഇത് കഴിച്ചു നോക്കാം. ഇതിൽ ഒരു ഡിപ്പിലെല്ലാം മുക്കിയിട്ട് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, ആ സൂപ്പിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ പോർക്കിന് പ്രത്യേകിച്ച് ഫ്ലേവറും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഫിഷിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് കഴിക്കണേ. ഈ ഗ്രേവി എൻ്റെ മേളിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഫിഷിനെ കണ്ടിട്ട് വലിയ സുഖമൊന്നും തോന്നണില്ല. കഴിച്ചു നോക്കാം. ഒരു ഉണക്കമീൻ്റെ ചോകയുണ്ട്. ഇവിടെ നമ്മുടെ പിന്നിലൊരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് എന്തോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭയങ്കര ഒച്ചപ്പാടുണ്ട്. കേൾക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇത് നമ്മുടെ ടോം യോങ് സൂപ്പാണ്. ഇതിനകത്ത് കൊഞ്ചൊക്കെ കിടക്കുന്നുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. തേങ്ങാപ്പാലൊക്കെ ഇട്ട് വച്ചിട്ടെടുത്ത പോലെ ഉണ്ട് കാണാൻ. ഞാൻ ആക്ച്വലി നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ട്രൈ. കറക്റ്റ് മീൻകറി, നല്ല കുടമ്പുളി ഇട്ട് വെച്ച മീൻകറി. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ജസ്റ്റ് ഇതിനകത്ത് ക്രിമ്പ് കഴിച്ചു നോക്കാം. ഞാൻ മീനിനോട്ടൊന്നും പിടിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് കഴിക്കാം. കുഴപ്പമില്ല, നല്ലതാണ്. നൂഡിൽസ് കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ അത്താഴത്തിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഒരു വലിയ മീൻ ഫ്ലോപ്പായിപ്പോയി.
കടുകെണ്ണയോ എന്തോ ഒരു യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കുത്തുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയൂ. നൂഡിൽസ് എങ്ങനെയുണ്ട് ഫുഡ്? ഇതെല്ലാം മോശമാണ്. ഓർക്ക് കുഴപ്പമില്ല. മീൻ മഹാപോറ് സൂപ്പ് സൂപ്പാണ്. ഇഷ്ടപ്പെട്ടില്ല. അച്ഛനെന്താ കഴിക്കുന്നത്? അച്ഛനെന്താ കഴിക്കുന്നത്? കേരളത്തിലെ പൊറോട്ട മാത്രം കഴിച്ച് ജീവിച്ച മനുഷ്യന് ഇവിടെ വന്ന് എന്താ കഴിക്കുന്നത്? ടോമിയം സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യാമോ? ഇതിലെന്തൊക്കെ ഇട്ടേക്കണേ? ടോമിയം സൂപ്പിൻ്റെ അകത്ത് സീ ഫുഡാണ് പറഞ്ഞേക്കുന്നത്. കുറേ ടൊമാറ്റോ കാര്യങ്ങളിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ പ്രോൺസ് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല പുളിയൊക്കെ ആയിട്ടുള്ള സൂപ്പ്, ടൊമാറ്റോൻ്റെ ഒക്കെ പുളി വരുന്നുണ്ട്. പിന്നെ ഇത് കുഴപ്പമില്ല. മാങ്ങാ